ഹായ് ഫ്രണ്ട്സ്, ഫ്ലവർ മേക്കിംഗ് ടിപ്സിൽ ഇന്നത്തെ എൻ്റെ വീഡിയോ നെറ്റ് കൊണ്ട് സെറ്റ് ചെയ്ത ഒരു അടിപൊളി ഫ്ലവർ. ഈ ഫ്ലവർ സെറ്റ് ചെയ്യുവാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നെറ്റാണ്. നെറ്റ് നമ്മൾ 2 കളറിലുള്ളത് എടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള കളർ നോക്കി സെലക്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു കളറേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. പിന്നെ കമ്പി വേണം. ഗ്രീൻ്റെ ലീഫിന് വേണ്ടി ഞാൻ ഫിനിഷ് പേപ്പറും എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ലീഫ് സെറ്റ് ചെയ്യാം. ലീഫ് നമ്മൾ സാധാരണ സെറ്റ് ചെയ്യുന്ന പോലെ സ്മോൾ സൈസ് ലീഫാണ് ഞാനിതിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഫ്ലവർ ചെറിയതാണ്, അതുകൊണ്ട് ചെറിയ ലീഫ് എടുക്കുക. ഇത് 2 ഫ്ലവറിനെ എടുക്കാം. ഈ നെറ്റ് നമ്മൾ ഒരേ ലെവലിൽ എടുത്തിട്ട് ഒന്ന് കെട്ടിടുക. ഈ കമ്പി കൊണ്ട് തന്നെ കെട്ടുക. അന്നേരം നമുക്ക് എളുപ്പമുണ്ട് കട്ട് ചെയ്യാനായിട്ട്. ഇതേപോലെ ഇട്ടിട്ട് ഈ ഭാഗത്തും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഇതിനുശേഷം ഇത് മടക്കി കട്ട് ചെയ്യുക. ഇത് വലിക്കരുത്, വലിക്കാതെ അത് ചുരുണ്ടു പോകും. ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. 8-10 പൂവിന് നമുക്ക് കിട്ടും. നെറ്റിന്റെ ഒരു പോർഷൻ എടുത്തു, അതൊന്ന് മടക്കി ഇതേപോലെ മടക്കി, അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കി, വീണ്ടും മടക്കി, എന്നിട്ട് ഈ എൻഡ് കൊണ്ട് ഇവിടെ ഇട്ടു. ഇതേപോലെ വീണ്ടും ഒന്നുകൂടെ. ഇതേപോലെയാണ് ഞാൻ ഈ ഫ്ലവർ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിവിടെ കൂട്ടിക്കെട്ടുക. കമ്പിയുടെ ഒരു ചെറിയ പോർഷൻ എടുക്കും, എന്നിട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റുക. ഇതാ ലീഫ് കിട്ടി. നമ്മൾ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചാലും മതി, നല്ലതായിട്ട് ഇരുന്നോളൂ. ഇതേപോലെ സെറ്റ് ചെയ്തെടുത്ത ഫ്ലവേഴ്സാണ് അതെല്ലാം. ഇതേപോലെ ഫ്ലവേഴ്സ് കുറച്ച് സെറ്റ് ചെയ്തിടുക. ഇതേപോലെ സെറ്റ് ചെയ്ത ഫ്ലവേഴ്സ് നമുക്കൊരു കമ്പിയിൽ സെറ്റ് ചെയ്യാം. ഇതേപോലെ ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കുക. ഇത് ഞാൻ ബൗളിനകത്ത് സെറ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് ഈ ഒരു
സ്റ്റിക്ക് എടുത്ത് ആഡ് ചെയ്യുന്നത്. ഇതേപോലെ കൂടുതലായിട്ട് സെറ്റ് ചെയ്തിടുക. ഇത് നമ്മൾ ഈ ചെടിച്ചട്ടിക്കകത്ത് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഒയാസിസ്. ഇത് ഞാൻ വെള്ളത്തിൽ നനച്ചതാണ്. ഇതൊന്നെങ്കിൽ നൂല് കൊണ്ടോ നമുക്കിഷ്ടമുള്ള ഒന്നും കൊണ്ട് വേണേലും കട്ട് ചെയ്യുക. ഇത് ഞാനിപ്പം ഇങ്ങനെ ഈ കമ്പി ഉപയോഗിച്ചാണ് ഇതിപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു പോർഷൻ ഞാൻ എടുത്തു. ഇത് ഇത്രയും വേണ്ട ഇതിനകത്ത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ചോദിച്ചത് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് 2 പേര് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. ഇത്രയും പോർഷൻ മതി നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാം. ഇതിനകത്തോട്ട് ഇറക്കി വെക്കുക. ശേഷം ചെറിയ ഫ്ലവേഴ്സ് എല്ലാം ആദ്യം അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുക. മിഡിലായിട്ട് വലത് വെച്ചു. അതിനുശേഷം ചെരിച്ചൊക്കെ വയ്ക്കുക. ഇതിപ്പം നമ്മൾ സെറ്റ് ചെയ്ത ഫ്ലവറാണ്. ഈ ഫ്ലവേഴ്സ് നമ്മൾക്ക് ഓരോ ഡയറക്ഷനിലേക്ക്, ഇല്ലാത്ത ഡയറക്ഷനിലേക്ക് പിന്നീട് നമുക്ക് ടാസ്റ്റിൽ വെക്കാം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരും.